ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ദുർഗാ പ്രസാദ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്ലാവിലായ ശ്രീ ധർമ്മശാസ്ത്ര ഭജനാമന്ദിരത്തിലാണ്. 15/1/2024 മകര സംക്രമണത്തിൻ്റെ ഈ പുണ്യദിനത്തിൽ ശബരിമല അയ്യപ്പ സ്വാമി സന്നിധാനത്തിൽ കോടി ഭക്തന്മാർ മകര സംക്രമണ വിളക്ക് വീക്ഷിക്കുമ്പോൾ ആ ഒരു പുണ്യ സമയത്തിൽ പ്ലാവിലായ ശ്രീ ധർമ്മശാസ്ത്ര ഭജനാമന്ദിരത്തിലും കൂടി ചില പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് എന്തെല്ലാം എന്നുള്ളത് നമ്മൾക്കിന്ന് നോക്കാം. അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം എന്തെല്ലാം ആ പരിപാടികളെന്ന്. കുറ്റിക്കോലിന്ന് 3-4 കിലോമീറ്റർ ഡിസ്റ്റൻസിലെ പ്രകൃതി രമണീയമായ സ്ഥലത്തിലാണ് ഈ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. മന്ദിരത്തിൻ്റെ രാധാകൃഷ്ണ ഗുരുസ്വാമി ഇവിടുത്തെ പൂജാ കാര്യങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിക്കുന്നത്. മകരജ്യോതിയുടെ ഭാഗമായിട്ട് നട തുറന്നപ്പോഴുള്ള ശരണം വിളിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ശരണം വിളിക്ക് ശേഷം കർപ്പൂരാരതി. രേണു രന ദീപാരാധനക്കുള്ള തയ്യാറെടുപ്പ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. രേണു ശ്രീ അയ്യപ്പന് നൈവേദ്യത്തിനുള്ള പ്രസാദ ഉണ്ടാക്കുന്ന ദൃശ്യം. മന്ദിരത്തിന്റെ ചുറ്റും ദീപാലങ്കാരത്തിനുള്ള തയ്യാറെടുപ്പ്. ദീം ദോം ധന തദീം ധന ഉദനി തദനി തന ദിരി തന ഉദനി തദ. ശ്രീ അയ്യപ്പനുള്ള ഭക്ഷ്യങ്ങൾ രാധാകൃഷ്ണ ഗുരുസ്വാമി കൊടിയലയിൽ വരിവരിയായി വെക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്.
നൈവേദ്യം ദീപാരാധനയ്ക്ക് മുന്നോടിയായിട്ട് മുതിർന്ന ഗുരുസ്വാമിയുടെ സമുഖത്തിൽ പ്രാർത്ഥന. നിങ്ങൾക്ക് വേണ്ടതായ എല്ലാവിധ സൗഭാഗ്യവും സന്തോഷവും സമാധാനവും വീട്ടിലെല്ലാവർക്കും കുടുംബത്തിൽ നല്ല സൗഖ്യവും ഐശ്വര്യങ്ങളും കീർത്തി. അതുപോലെ നിങ്ങൾ ശബരിമല യാത്ര യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ദേഹവനം കൊടുത്തും പാലകം കൊടുത്തും സത്യമായ പെണ്ണുപതിനെട്ടാം വഴി വർഷങ്ങളായിരിക്കും വിഷയത്തിൽ യാതൊരു മുടക്കം കൂടാതെ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും അതുപോലെ നിങ്ങൾക്ക് വേണ്ടതായ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ അതിന് വേണ്ടതായ സൗഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങളും ആരോഗ്യവും അതുപോലെ നിങ്ങളുടെ മക്കൾക്കും കുട്ടികൾക്കെല്ലാം വേണ്ടതായ അറിയും ബുദ്ധി ഓർമ്മശക്തി എല്ലാവിധ സൗഭാഗ്യവും അഷ്ട ഐശ്വര്യങ്ങളും സമ്പത്തും ധനങ്ങളും എല്ലാം നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാക്കി തീർത്തിട്ടായിട്ട് പ്രാർത്ഥിക്കാം. സ്വാമി സമയം കഴിയുന്നോറും നാട്ടുകാർ വരി വരിയായിട്ട് എത്തിച്ചേരുന്നുണ്ട്. കൂടെ ക്ഷേത്ര കമ്മിറ്റിക്കാരും. മകരജ്യോതിയുടെ ഭാഗമായിട്ട് മന്ദിരത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് രാധാകൃഷ്ണ ഗുരുസ്വാമി അവരിൽ നിന്ന് നേരിട്ട് കേൾക്കാം. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമല. ആ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് മകരജ്യോതിയും തിരുവാതിര ജാതിയുള്ള ദീപാരാധന. അതുപ്രകാരം നമ്മളെ പ്ലൗളക്കയ ശ്രീധർമ്മശാസ്ത്ര ഭജനത്തിലും എല്ലാ വർഷവും ഇതുപോലെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കാറുണ്ട്. അതുപോലെ ഈ വർഷം ദേവന് നിവേദ്യം വെച്ചും കൊണ്ട് ചുറ്റും ദീപാലങ്കാരങ്ങൾ ചെയ്തും കൊണ്ട് മകരജ്യോതി വിപുലമായി നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. അതുകൂടാതെ ഹരിവരാസനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഹരിവരാസൻ ജയിച്ചത് 100 വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ അതിൻ്റെ ശതാബ്ദി ആഘോഷം എന്ന രീതിയിൽ കൃത്യം 7 മണിക്ക് തന്നെ ഞങ്ങളെ കമ്മിറ്റി അംഗങ്ങളും മുഴുവൻ കുട്ടികളും അമ്മമാരും ഭക്തജനങ്ങളും സമൂഹ ആലാപനം കൂടെ ഇന്ന് നടത്തുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഭജന, മകരജ്യോതി കാണുമ്പോൾ ദീപാരാധന, അതുകൂടാതെ ഭജന കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഇതിൻ്റെ പ്രസാദം, പിന്നെ പായസ വിതരണങ്ങൾ ഉണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ആ ചടങ്ങ്. മറ്റു ഭജനമന്ദിരങ്ങൾ പ്രത്യേകത, നമ്മുടെ 2 പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭജനമന്ദിരങ്ങളിൽ ഒന്നാണ് നമ്മുടെ പ്ലാവുള്ളകയ. കാരണം ഏറെ പ്രത്യേകത നിറഞ്ഞതാണ്. മണ്ഡലകാലം നമ്മൾ തുടങ്ങിയതിന് ശേഷം ജനുവരി 20 ശബരിമല നടയടക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ നടയടക്കാറുള്ളത്. ഈ വർഷം അത് 21-നാണ്. മറ്റു ഭജനമന്ദിരങ്ങളെല്ലാം ജ്യോതി കഴിയുമ്പോൾ അത് നടയടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 21 ശബരിമല നടയടക്കുന്ന ആ ദിവസങ്ങളാണ് ഇവിടെയും നടയടക്കുന്നത്. അതുകൂടാതെ 1987 നമ്മളെ മൺമറഞ്ഞുപോയ പൂജ്യനായ പൊക്കം ഗുരുസ്വാമി പ്രതിഷ്ഠ നടത്തി അച്യുതൻ ഗുരുസ്വാമി ആണ് നമ്മുടെ ആദ്യത്തെ ഗുരുസ്വാമി. പ്രവർത്തനം തുടങ്ങിയ ഈ പ്ലാവുലായ ഭജനമന്ദിരം നമ്മളെ ഈ 34 വർഷത്തിൻ്റെ ഇടയിൽ രണ്ട് പ്രാവശ്യം ആഴിപൂജയും അതുപോലെ 2011 അയ്യപ്പൻ തിരുവിളക്ക് മഹോത്സവവും നമ്മൾ ഇവിടെ വെച്ച് നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളെ കൂട്ടായ്മയാണ് ഇവിടെ പ്രത്യേകത. എല്ലാ അംഗങ്ങളും എല്ലാം മറന്നുകൊണ്ട് എല്ലാവരും യോജിച്ചുകൊണ്ട് ഒരു മാലയിലെ മുത്തുമണികളെ പോലെ എല്ലാവരും ഒന്ന് ചേർന്നുകൊണ്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും കൂട്ടായുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത്. സ്വാമിയാർ മലക്ക് പോയിട്ട് വന്നു, ഇനി കുറച്ച് സ്വാമിയാർ പോകാനുണ്ട്. അപ്പോൾ ആദ്യകാലത്തെ ഇതിൻ്റെ പ്രസിഡൻ്റാണ് നമ്മുടെ ബാലകൃഷ്ണ സ്വാമി. ഇന്ന് മുദ്ര വെച്ചിട്ടുണ്ട്. ദീപാലങ്കാരത്തോടെ അയ്യപ്പൻ്റെ സുന്ദരമായ ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്.
മകരജ്യോതി ദർശനം മന്ദിരത്തിൽ തന്നെ ലാപ്ടോപ്പ് മുഖാന്തരം കാണിക്കാനുള്ള വ്യവസ്ഥ അയ്യപ്പ ഭക്തന്മാർക്ക് ലഭ്യമാക്കിയിരുന്നു. ശബരിമലയിൽ മകരജ്യോതി ദർശനം നടക്കുന്ന തത്സമയത്തിൽ പ്ലാവിലായ ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിലും അയ്യപ്പന് കർപ്പൂരാരതി നടന്നു. ഹരിവരാസനം ശതാബ്ദി സമാപന ഭാഗമായി ആലാപന മുന്നോടിയായി ഹരിവരാസനം സ്വാഗത സംഘ കൺവീനറും കൂടി ആയ രാധാകൃഷ്ണ ഗുരുസ്വാമി അവരുകളിൽ നിന്ന് ഒരു വിവരണം. അപ്പോൾ ഏറെ പ്രത്യേകത നിറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കാനന ക്ഷേത്രമായ ശബരിമല. അവിടുത്തെ പൂജാവിധികൾ കൊണ്ടും ഏറ്റവും ഏറെ പ്രത്യേകതയുള്ള ഒരു തീർത്ഥാടന കാലമാണ് ശബരിമലയിൽ. കാരണം നിങ്ങൾക്കറിയാം, ആദ്യകാലങ്ങളിൽ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തജനങ്ങൾ ഇവിടെ വന്യമൃഗങ്ങളുടെ സങ്കേത കേന്ദ്രമായിരുന്നു. എന്നാൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം, മുഖരിതമായ മന്ത്രം കൊണ്ട് മാത്രമാണ് ഓരോ ഭക്തനും അന്ന് ദർശനം നടത്തി സ്വന്തം വീടുകളിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി സാധിച്ചത്. അപ്പം അത്രയും പ്രത്യേകതയുള്ള ഒരു മന്ത്രമാണ് സ്വാമിയെ ശരണമയ്യപ്പ. അതുകൂടാതെ തന്നെ ശബരിമല നടയെടുക്കുമ്പോൾ, ശബരിമല നട തുറന്ന് പൂജിക്കുന്ന അവസരങ്ങളിൽ ആ നടയെടുക്കുമ്പോൾ പാടി വരാനുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു കീർത്തനമാണ് ഹരിവരാസനം സ്വാമി വിശ്വമോഹനം എന്നത്. എല്ലാ ഭക്തന്മാരെയും
ആ ഹരിവരാസത്തിന് സ്വാഗത സംഘം കമ്മിറ്റിയിലെ ഒരു കൺവീനർ എന്ന നിലയിലും ബാക്കി ഇവിടുത്തെ ഗുരുസ്വാമി എന്ന നിലയിലും എല്ലാവരും ആ ഹരിവരാസനത്തിൻ്റെ കീർത്തനത്തിന് വേണ്ടി ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുന്നു. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ. ഹരിവരാസനം ആലാപനത്തിന് ശേഷം മന്ദിരത്തിൽ ഭജനാ സങ്കീർത്തന ആരംഭിച്ചു. ഭജനാ സങ്കീർത്തനത്തിൽ അയ്യപ്പ വ്രതധാരികൾ സഹിതം നാട്ടുകാർ പങ്കെടുത്തു. ഭജനാ സങ്കീർത്തനം കയ്യാറായി. ഇനിയിപ്പോൾ ശ്രീ അയ്യപ്പന് നൈവേദ്യം, അതിനുശേഷം മംഗളാരത്തി.
ശംഖനാദ ഘണ്ഠനാദത്തോടുകൂടി മംഗളാരതി ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ശ്രീ അയ്യപ്പന് ഗുരുസ്വാമി മംഗളാരത്തി നടത്തുമ്പോൾ ശ്രീനടയിൽ അയ്യപ്പ വ്രതാധാരികൾ സഹിത നാട്ടുകാർ അയ്യപ്പ നാമസ്മരണയോടുകൂടി ദർശനം കഴിയുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. गो ब्राह्मणेभ्यः शुभमस्तु नित्यं लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु लोकाः समस्ताः सुखिनो भवन्तु. പുറത്ത് അതിൻ്റെ ഹോട്ടലിൽ വെച്ചിട്ട് കുറച്ച് മുമ്പേ
ഉണ്ടായിട്ടുണ്ട്. താൽക്കാലികമായി. താൽക്കാലികം നിർമ്മാണ കാര്യം പൂർണ്ണമായിട്ട് 1987 ഇവിടുത്തെ പ്രതിഷ്ഠ ആയിരുന്നു. ഗുരുസ്വാമിയുടെ ശരി. അതിൽ ആദ്യത്തെ ഗുരുസ്വാമിയാണ് അച്യുതൻ ഗുരുസ്വാമി കുടുംബൂരാണ്. ഇതിൻ്റെ നിർമ്മാണ കാര്യത്തിനെല്ലാം ഇത് മുൻതാളത്വം വഹിച്ചത് ആരാണ്? അതായത് ഇതിനെല്ലാം ഒരു മേൽനോട്ടം അന്നത്തെ കാലത്ത്? അത് ഇവിടെ 5 സെൻറ്റ് സ്ഥലം നമ്മൾ മരിച്ചുപോയ മൺമറിഞ്ഞു പോയ കുഞ്ഞമ്പു നായരാണ്. നമ്മുടെ ഈ ഭജനാന്തരത്തെ തൊട്ടടുത്ത് പ്രദേശത്ത് താമസിക്കുന്ന കുഞ്ഞമ്പു നായരുടെ വകയാണ് ഈ 5 സെൻറ്റ് സ്ഥലം നമുക്ക് സൗജന്യമായിട്ട് ഇവിടെ ഭജനമന്ദിരം കെട്ടാൻ വേണ്ടി സ്പോൺസർ ചെയ്യുകയും അതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭജനമന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇപ്പോൾ പ്രസ്തുത കാലത്തിൽ ഈ ഭജനാമന്ദിരത്തിൻ്റെ ചെലവ് കാര്യങ്ങളൊക്കെ എങ്ങനെ നിർവഹിച്ചു കൊണ്ട് പോകുന്നത്? അതിനുള്ള തുക എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത്? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്ലാവരായ പ്രദേശത്തിൽ ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ മണ്ഡല കാലത്ത് ഒരു വീട്ടിൽ വാഗ്ദാന തുക എന്നുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കലുണ്ട്. ആ വാഗ്ദാന തുക എന്നുള്ള രീതിയിൽ അതെടുത്തുകൊണ്ട് ആണ് നമ്മൾ അതിൻ്റെ ഫണ്ടുകൾ സ്വരൂപിക്കണം. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഗുരുസ്വാമിയായിട്ട് സേവ സല്ലിക്കുന്നത് കഴിഞ്ഞ എത്ര കൊല്ലങ്ങളായിട്ട്? ഞാൻ 2006 മുതലാണ്. അതിനു മുമ്പേ അച്യുതൻ ഗുരുസ്വാമിയാണ്. അച്യുതൻ ഗുരുസ്വാമിക്ക് ആരോഗ്യപരമായ കാരണങ്ങൾ സുഖമില്ലാത്തതുകൊണ്ട് ഞാനന്ന് 12ാമത്തെ വർഷമാണ് ഞാൻ ആ ചാർജ് ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം ആഗ്രഹപ്രകാരം ഞാൻ ഏറ്റെടുത്തതാണ്. നിങ്ങൾ കഴിഞ്ഞ ഒരു ദശകങ്ങളിൽ നിന്ന് കൂടുതൽ, അതായത് 12-13 കൊല്ലമായിട്ട് ഈ മന്ദിരത്തിൽ ഗുരുസ്വാമിയായിട്ട് സേവ സല്ലിച്ചു കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടൊരു പ്രധാനപ്പെട്ടമായ ഒരു ചോദ്യമാണ്. ഞാൻ കണ്ടുവന്നത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് ഈ കൊല്ലം കഴിയുന്നോറും അയ്യപ്പ വ്രതധാരികളുടെ സംഖ്യയിൽ ഒരു കുറച്ചിൽ കാണുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് ഫീലായിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിലുള്ള അനുഭവമാണോ താങ്കൾക്ക് ഉണ്ടായത്, അല്ല മറിച്ചാണോ? പ്ലാവരായ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മുദ്ര ധരിക്കുന്ന സ്വാമിയാർ ഒരുപാടുണ്ട്. എന്നെങ്കിലും ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ ഞാൻ 30 വർഷമായിട്ടാണ് ഈ വർഷം മലയോട്ടിയത്. പിന്നെ അതുകൂടാതെ വിഷുവിന് ഓണത്തിനെല്ലാം 18 പ്രാവശ്യം പറയും പോയിട്ടുണ്ട്. 30 വർഷമാണ് ഞങ്ങൾ കൂട്ടുന്നത്. ആ 30 വർഷമായിട്ട് നമ്മുടെ മണ്ഡലകാലത്തെങ്കിൽ പിന്നെ നാം മുദ്രയിരിക്കുന്ന സ്വാമിയാർ 41 വ്രതം കൃത്യമായി ഇല്ല സ്വാമിയാർക്ക് മാത്രമേ ഞാൻ മുദ്ര ധരിച്ചു കൊടുക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിലെ പ്രദേശത്തിലെ ആൾക്കാർ പോകുമ്പോൾ അവർ അവരുടേതായ സ്വന്തം പിന്നെ മുദ്ര ധരിച്ചും കൊണ്ടും അല്ലെങ്കിൽ കരുവാടം ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിലെ സ്വാമി ശങ്കരനാരായണ ഭട്ട് സ്വാമിയുടെ എടുക്കണം, അതല്ലെങ്കിൽ അവസാനം പോകുന്ന ഗുരുസ്വാമി വേറെ ഉണ്ട്, പടിപ്പൂജക്കെല്ലാം പോകുന്നത്. അങ്ങനെ മുദ്ര ധരിച്ചും കൊണ്ടാണ് പോകുന്നത്. സ്വാമിയാറെ പൊതുവേ സ്വാമിയാറെ കുറവ് എന്ന് പറയാനില്ല, സ്വാമിയാർ എന്നും ഉണ്ട്. അവരെ വ്രതത്തിൻ്റെ അനുഷ്ഠാനത്തിൽ എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ നമ്മൾ കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ആ ക്ലാസ് എടുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ആ ശബരിമല തീർത്ഥാടനത്തിൽ വരലില്ല. ഇന്നലെ ഈ വർഷമല്ല അതികഠിനമായ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും കൃത്യമായി വ്രതങ്ങൾ പാലിച്ചുകൊണ്ട് ആ 18-ാം പടി ചവിട്ടാനും ആ ക്യൂ നിൽക്കാനും ഒരു 1-1.5 മണിക്കൂർ ക്യൂ മാത്രം ചെയ്തു നല്ല രീതിയിൽ ആ ദർശനം നടത്താൻ വേണ്ടി നമ്മൾ സാധിച്ചു. അത് നമ്മുടെ വ്രതത്തിൻ്റെ ഭാഗമായിട്ടാണ്. എങ്ങനെയാണ് ഈ മന്ദിരത്തിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരുടെയൊക്കെ സഹകരണം എങ്ങനെയാണ്? നാട്ടുകാരുടെ പൂർണ്ണ സഹകരണമാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കണ്ടതല്ലേ, എല്ലാ കാര്യങ്ങളും എല്ലാവരും ആ സമയമാകുമ്പോൾ എല്ലാവരും വന്ന് ചേർന്നുകൊണ്ട് ആ ഒരു പരിപാടികൾ നമുക്ക് മണ്ഡല വാർഷികമെല്ലാം നടത്തുമ്പോൾ സമയത്ത് എല്ലാവർക്കും ഷർട്ട് അയച്ചും കൊണ്ട് തന്നെ ആ സദ്യകൾ വിളമ്പാനും ആ അന്നദാനം കൊടുക്കുന്നതിനും എല്ലാ കാര്യങ്ങളും പൂർണ്ണ യോജിപ്പോടു കൂടിയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഞാനും അങ്ങനെ ഗുരുസ്വാമി സ്ഥാനത്ത് നിന്നതിൻ്റെ ശേഷം ആധ്യാത്മിക രംഗങ്ങളിലും കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. ശബരിമല അയ്യപ്പ സേവാ സമയത്തിൻ്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിട്ടുണ്ടായി. ഇപ്പോൾ ഈ വർഷം ശബരിമല ഈ ഹരിവരാസന ശതാബ്ദി ആഘോഷത്തിൻ്റെ പിന്നെ കാസർഗോഡ് ജില്ലാ കൺവീനറാണ്. അപ്പോൾ ഒരുപാട് മന്ദിരങ്ങളിൽ നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് മന്ദിരങ്ങളെ സമ്പർക്കം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പുണ്യമായി ഞാൻ കണക്കാക്കുന്നു. മൊത്തമായിട്ട് നിങ്ങളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം സ്വാമി അയ്യപ്പന് വേണമായിട്ടെന്ന് നിങ്ങൾ സമർപ്പിച്ചു എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അയ്യപ്പൻ നമ്മളെ ഉള്ളിൽ അയ്യപ്പനെ ആരാധിക്കുമ്പോൾ ആ ഭഗവാൻ അതിന് വേണ്ടതായ ഊർജം നമുക്ക് തരുന്നു. അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഏത് കാര്യങ്ങളിലും ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ച പാദങ്ങളിൽ ബന്ധിച്ചാൽ അതിന് വേണ്ടതായ എല്ലാ ഫലങ്ങളും നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ മന്ദിരത്തിനെ കുറിച്ചിട്ടും അതുപോലെ നിങ്ങളെ മറ്റുള്ള ഈ അയ്യപ്പ ക്ഷേത്രത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളെ സേവാ കാര്യങ്ങളെ കുറിച്ചിട്ടെല്ലാം ഇൻഫർമേഷൻ തന്നതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി രാധാകൃഷ്ണ ഗുരുസ്വാമി. നമസ്കാരം. ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനിയും ഇത്ര നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം
അയ്യപ്പസ്വാമി ആ ഗുരുപരമ്പരകൾ ഉണ്ടാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വാമി ശരണം. അവസാനമായിട്ട് പ്രധാനപ്പെട്ട സൂചന, പ്ലാവിലായ ശ്രീ ധർമ്മശാസ്ത്ര ഭജന മന്ദിരത്തിൽ മകരസംക്രമണത്തിൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ അനുമതി തന്ന രാധാകൃഷ്ണ ഗുരുസ്വാമി അവർക്ക് വിശേഷമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്തവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു അഭ്യർത്ഥന, മാമ്പാടി ലൈഫ് സ്റ്റൈൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ അത്ര ശീഘ്രമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ ഓൾ കൊടുക്കുക. ഇതിൽ ഒട്ടനവധി മലയാളം വീഡിയോസ് ഉണ്ട്. അതിൽ ഇഷ്ടപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടത്തേക്ക് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.